നമസ്കാരം, നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ കേരളം മേളയെപ്പറ്റിയാണ് ഒന്ന് വിശദമായി നോക്കുന്നത്. കയ്യിലുള്ള വിവരങ്ങളൊക്കെ വെച്ച് എന്താണ് ഈ മേള, എന്തൊക്കെയാണ് അവിടെ കാണാനും അറിയാനുമുള്ളത്, നിങ്ങൾക്കിതെങ്ങനെയൊക്കെ പ്രയോജനപ്പെടാം എന്നൊക്കെ ഒന്ന് വേഗത്തിൽ മനസ്സിലാക്കാം. ശരി. ഈ തിരുവനന്തപുരത്തെ മേളയ്ക്ക് കനകക്കുന്നിൽ നടക്കുന്നതുകൊണ്ട് മറ്റ് ജില്ലകളിൽ നടന്നതിനേക്കാൾ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അല്ലേ? ഞാൻ കേട്ടത് ഈ പരിസ്ഥിതി സൗഹൃദ രീതി അത് ശ്രദ്ധേയമാണെന്നാണ്. അത് ശരിയാണ്. ഏകദേശം ഒരു 250 സ്റ്റാളുകൾ ഉണ്ട്. അതിൽ മിക്കതും തെങ്ങോല, പിന്നെ പ്രകൃതിദത്ത സാധനങ്ങളൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓഹോ. എന്നാൽ നല്ലൊരു ഭാഗം, അതായത് ഒരു 54,000 സ്ക്വയർ ഫീറ്റോളം ശീതീകരിച്ചിട്ടുമുണ്ട്. മൊത്തത്തിലൊരു 75,000 ചതുരശ്രടി വരും. വലിയൊരു ഏരിയ ആണ്. അപ്പൊ ഈ ചൂടത്ത് അതൊരു വലിയ ആശ്വാസമാവും. തീർച്ചയായും. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? എന്തിന്റെ ഭാഗമായാണ് ഈ മേള? ഇത് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുണ്ടല്ലോ, അതിന്റെ ഭാഗമാണ്. ഏപ്രിൽ 21-ന് കാസർഗോഡ് തുടങ്ങിയതാണ് ഈ ആഘോഷ പരിപാടികൾ. ഓക്കെ. അതിന്റെ സമാപനമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്, മെയ് 23 വരെ. പ്രധാന ലക്ഷ്യം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ പോലെ സർക്കാരിന്റെ കഴിഞ്ഞ 4 വർഷത്തെ നേട്ടങ്ങള്, വികസന കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ശരി. പിന്നെ ഇതിന്റെ സമാപന സമ്മേളനം അത് പുത്തരിക്കേണ്ട മൈതാനത്താണ്. അവിടെ 1,00,000 പേരെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം വലുതാണ്. അപ്പൊ സർക്കാർ നേട്ടങ്ങൾ കാണിക്കുക എന്നതിനപ്പുറം സാധാരണ ഒരാള് നിങ്ങൾ അങ്ങോട്ട് പോയാൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടാവും? കാര്യങ്ങൾ കാണാനും നടക്കാനുമൊക്കെ എളുപ്പമാണോ? ഉണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. സ്റ്റാളുകൾക്കിടയിലൂടെയൊക്കെ നടക്കാനും കാണാനുമൊക്കെ നല്ല സൗകര്യമുണ്ട്. പിന്നെ ഭിന്നശേഷിക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലായിടത്തും എത്താൻ റാമ്പുകൾ വെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അതെ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം, കുടുംബശ്രീയുടെ വലിയൊരു ഫുഡ് കോർട്ട് തന്നെയുണ്ട്. ഒരു 8,000 സ്ക്വയർ ഫീറ്റിൽ ഒരേ സമയം ഒരു 250 പേർക്കൊക്കെ ഇരിക്കാം. ഓഹോ. സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഒരു മിനി തിയേറ്റർ പോലുമുണ്ട്. ഒരു 75 പേർക്ക് ഇരിക്കാവുന്ന ഒന്ന്. രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സമയം. പ്രവേശനം ഫ്രീ ആണ്. ശരി. പ്രവേശനം സൗജന്യമാണ്. നല്ലൊരു ഭാഗം എയർ കണ്ടീഷൻഡുമാണ്. അതെ അതെ. അപ്പോ സൗകര്യങ്ങൾ കൊള്ളാം. ഇനിയിപ്പോ സ്റ്റാളുകളുടെ കാര്യം, എന്തൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും കാണാനും വാങ്ങാനും ഉണ്ടാവുക? വെറും പ്രദർശനമാണോ? അല്ലല്ല, രണ്ടുമുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഏകദേശം ഒരു 161 സ്റ്റാളുകൾ സർക്കാർ സേവനങ്ങൾക്കും പിന്നെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്താനുമാണ്. അതോടൊപ്പം ഒരു 89 സ്റ്റാളുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളതാണ്. അതായത് നിങ്ങൾക്ക്